ഇതായിരിക്കും ഇട്ടിട്ടുള്ളത്. ഇതാണ് ഗൈസ്, ഇതായിരിക്കും ഇട്ടിട്ടുള്ളത്. അടിപൊളിയല്ലേ? മമ്മിക്ക് കൊണ്ട് ഓർമ്മ അടിച്ചു കൊടുക്കായിരുന്നു. എന്നിട്ട് വേണം മമ്മി എന്നെ ശരിയാക്കാനായിട്ട്. അല്ലെ തന്നെ മമ്മിക്ക് നിക്കറിടുന്ന ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ തോന്നുന്നു നിങ്ങൾക്ക്. ഇതൊന്നും അടിക്കാത്ത ഇതെന്താണ് ഒരാള് രാവിലെ തന്നെ എന്താണ് എന്തോ കള്ളത്തരമാണല്ലോ. ഇല്ല, ഒന്നുമില്ല. എന്റെ മോഹം കണ്ട ആരാൻ കള്ളത്തരാണ്. അതിനെ കാലം കൊണ്ടൊക്കെ നീക്കി തള്ളി പറഞ്ഞു. എന്റെ പൊന്നോ ഒന്നുമില്ല. ഞാനിവിടെ ഒരു പടം വരയ്ക്കാനായിട്ട് പോവായിരുന്നു. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെയാ. പടം വരയ്ക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നീ താഴെ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട്. താഴെ എടുത്തോ നൈസായിട്ട് ഇങ്ങ് എടുത്തോ. നിന്റെ കള്ളത്തരം മുഖത്ത് നോക്കി അറിയാലോ. എന്തോ കൂടായ്പുണ്ട് രാവിലെ തന്നെ. ഇതൊന്നുമില്ല, ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങി, അതേ ഉള്ളൂ. അഫോർഡബിൾ ആയിട്ട് ഡ്രസ്സ് വാങ്ങിയോ? അതെങ്ങനെയാ അഫോർഡബിൾ ആയിട്ട് ഡ്രസ്സ് വാങ്ങുന്നത്? ഭയങ്കര ചീപ്പ് റേറ്റില്. ഭയങ്കര ചീപ്പ് റേറ്റില്? ഒരുപാട് ചീപ്പ് റേറ്റില് നല്ല ബ്രാൻഡഡ് സാധനം, ആ ഒരു ക്വാളിറ്റിയിലുള്ള സാധനം. മറ്റേ ജഗദീശ്വരന്മാർ പണ്ട് വഴിവരെ കച്ചവടം ചെയ്ത ഏതെടുത്താലും 10 രൂപ അതിന് പഠിച്ചതാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ. എന്നാ 10 രൂപയുടെ സാധനങ്ങളൊന്ന് കാണട്ടെ. ഓ തുടങ്ങി. ഞാനേ സ്റ്റുഡിയോയിൽ കയറിയായിരുന്നു വേറൊരു ആവശ്യത്തിന്. സ്റ്റുഡിയോയില് 10 രൂപയുടെ സാധനം അല്ല, സ്റ്റുഡിയോയില് ഞാന് ഒരു സ്ലിപ്പേഴ്സ് വാങ്ങാൻ കയറിയതാ. പക്ഷെ സ്ലിപ്പർ എനിക്ക് കിട്ടിയില്ല. പക്ഷെ അതിന് പകരം കുറച്ച് അഫോർഡബിൾ സാധനങ്ങൾ കിട്ടി. അഫോർഡബിൾ സാധനങ്ങൾ എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ഇതിന്റെ അത്ര അഫോർഡബിൾ ഇത് തന്നെ. ഇത് വവ്വാലോ? ഇതാണ് സ്ലീവ്ലെസ് പാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിനാന്നറിയാവോ? ഇത് എല്ലാ ലേഡീസിനും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. അത് വേണല്ലോ. ആക്ച്വലി നമ്മൾ ജിമ്മിലോ അല്ലെങ്കിൽ പുറത്തു ലെഗിൻസ് ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ പാന്റീസ് നമ്മൾ ഇടുമ്പോഴത്തേ അതിന്റെ ഒരു ലൈൻ കാണാലോ ഇങ്ങനെ ബാക്കില്. അപ്പൊ ആ ലൈൻ വരത്തില്ല ഇത് ഇടുവാണെങ്കിൽ. കാരണം ഇതിന്റെ സൈഡിൽ കൂടെ ഇതുണ്ടോ ആ ഒരു അടുപ്പില്ല. സോ ഇത് ആണ് ശരിക്കും പറഞ്ഞ ലെഗിൻസിന് അടിയിൽ ഇടേണ്ടത്. എന്തിനാ നമ്മളെ ആണുങ്ങളെ കൊണ്ട് പറയിക്കണത്? അതേ അവൾ ഇടാണ്ട് പോണു. അതിപ്പോ ഇട്ടാലും പറയാം, അത് ഞങ്ങളുടെ വിഷയമല്ല. അപ്പൊ പിന്നെ കാശ് കൊടുത്ത് ഇത് മേടിച്ചിട്ടേണ്ട ആവശ്യമുണ്ടോ? ഇത് നല്ല സാധനം കേട്ടോ. ഐഡിയ കൊണ്ട് വന്നേക്കാണ്. ഇത് ഡോറിനോടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അവിടെ പോയി ഇത് കണ്ടോ, വേറെ കളറും കൂടെ മേടിച്ചിട്ടുണ്ട്. 2 ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ഓർത്ത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. അപ്പൊ ഇതിന്റെ വില വന്നിട്ട് 199 ആണ്. നല്ല സാധനം, നല്ല ക്വാളിറ്റി. അപ്പൊ ഇനി നമ്മുടെ മോഡേൺ പെണ്ണുങ്ങൾ റോട്ടിൽ കൂടെ പോകുമ്പോഴേ അയ്യേ അവൾ ഇട്ടിട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അവർ ഇതായിരിക്കും ഇട്ടിട്ടുള്ളത്. ഇതാണ് ഗൈസ്, ഇതായിരിക്കും ഇട്ടിട്ടുള്ളത്. അപ്പൊ അത് അവിടെ കിടക്കട്ടെ. പിന്നെ ഞാൻ വാങ്ങിയതെന്ന് വെച്ചാൽ വളരെ മോഡേൺ ആവാൻ ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് കുറച്ച് സ്ലീവ്ലെസ് സാധനം മേടിച്ചതാ. സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പ് മേടിച്ചതാണ്. നിനക്ക് പിള്ളേരൊന്നുമല്ലോ ഇത് കൊടുക്കാനായിട്ട്? ഇത് എനിക്കിടാനാ. ഓ മനുഷ്യ, ഞാൻ ഇട്ട തന്നെ കുഴപ്പം. എനിക്ക് ഇച്ചിരി മോഡേൺ ആയിട്ട് നടക്കണം. ഇതിനകത്തൊക്കെ ഞാൻ കയറി പറ്റുള്ളൂ. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. 399 രൂപയാണ് ഇതിന്റെ വില. ഒന്നൂടെ പറഞ്ഞ വില 399. 99 അതാണ് ഇതിന്റെ വില. പിന്നെ വേറൊരു സാധനം, ഇത് ഞാനൊരു ബെർമൂഡയാണ് വാങ്ങിയത്. എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് നല്ല ഇറക്കമുള്ള ബെർമൂഡ. ഇനി ഇതിലും ഇറക്കം കൂടി ഇത് പാൻറ്റാവും. അപ്പോൾ ഇറക്കമുള്ള ബെർമൂഡയാണ്. ഇതെൻ്റെ മുട്ടിൻ്റെ അത്രയും കാണും ഇട്ട് കഴിയുമ്പോൾ. ഇതിൻ്റെ വില 299. നല്ല സാധനമല്ലേ? 299 നല്ല പ്രിൻ്റൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ? മമ്മിക്ക് കൊണ്ട് ഓർമ്മ അടിച്ചു കൊടുക്കായിരുന്നു. എന്നിട്ട് വേണം മമ്മി എന്നെ ശരിയാക്കാനായിട്ട്. അല്ലെ തന്നെ മമ്മിക്ക് നിക്കറിടുന്ന ഇഷ്ടമല്ല. എന്നാലാണ് ഇനി അടുത്തത് അതിന് ചേരുന്ന ഒരു ബനിയനും കൂടെയാണ്. ഇത് കണ്ടോ, ഇതിന്റെ വില 199 രൂപ. 199 രൂപയ്ക്ക് ഹൈ ഫാഷനബിൾ ആണ്. പെങ്കൊച്ചു കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. അത്രയ്ക്ക് അടിപൊളി ആവണ്ട അവിടെ വെച്ച് ചെയ്യാൻ. ഇനി അടുത്ത ഒരു ടോപ്പാണ്. ഒരു ടോപ്പ് എന്നാ ഇതിന്റെ മെറ്റീരിയൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു പ്രത്യേക ടൈപ്പ് മെറ്റീരിയൽ അല്ലേ. അപ്പോൾ ഇതിന് പറ്റിയ ഒരു സ്കേർട്ട് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കേർട്ടിന് ചേരുന്ന ടോപ്പാണിത്. ആ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ ഏകദേശം ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. സ്കേർട്ട് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളറിൽ വൈറ്റ് പ്രിൻറ്റ്, ചെറിയ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വൈറ്റിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാച്ചിങ് ആയിരിക്കും. പിന്നെ ആ സ്കേർട്ടിന് തന്നെ ഇടാനായിട്ട് ഒരു ടോപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് മേ ബി മാച്ചിങ് ആയിരിക്കും, നല്ല മാച്ചിങ് ആയിരിക്കും. ഇതിൻ്റെ വില വന്നിട്ട് 399 രൂപയാണ്. നല്ല അഫോർഡബിൾ ആണ്. ഈ സാധനം ഇടാൻ പറ്റില്ല. ഇതിനകത്ത് എന്തെങ്കിലും ഇടണം. അപ്പൊ അതിന്റെ വിലയോ? അത് ഉണ്ടല്ലോ ഓൾറെഡി. നമുക്ക് അത് സാരമില്ല, ഞാൻ സഹിച്ചു. ഇതിന്റെ വില ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിന്റെ വില 599 രൂപയാണ് ഈ ഒരു ടോപ്പിന്റെ വില. നല്ല ഫാഷനബിൾ ആണ്, ക്രോപ്പ് ടോപ്പ് ആണ്. അതുപോലെ മെറ്റീരിയൽ എല്ലാം നല്ല രസമുണ്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞില്ല. ഇത് 10 രൂപയ്ക്ക് മേടിച്ച സാധനങ്ങൾ പറഞ്ഞാൽ കുറേ ഉണ്ടല്ലോ. ഇത് പിന്നെ ഇത് രണ്ട് ബുഷാട്ടോ. നാട്ടിൻപുറത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബുഷാണ്. വണ്ടിക്കൊക്കെ ബുഷ് മേടിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾക്കും ബുഷൊക്കെ വേണം. വില വന്നിട്ട് 79 രൂപ. ഇത് കുറച്ച് കടുപ്പായോ എന്ന് എനിക്ക് ഡൗട്ട്. ഇടയ്ക്ക് ഉള്ള പെരുമാറ്റം കാണുമ്പോൾ തോന്നാറുണ്ട് 2 ബുഷൊക്കെ പോയ മാതിരി. 79 രൂപയാണ് ഇതിന്റെ വില. പിന്നെ അടുത്തത്
ഒരു ബോഡി സ്പ്രേ ആണ് കേട്ടോ. ഇത്രയും കുറഞ്ഞ എമൗണ്ടിൽ ഇത്രയും നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒരു സ്പ്രേ ഞാൻ കണ്ടിട്ടില്ല. സുദിയോ വൈൽഡ്. ഇതിൻ്റെ വില വരുന്നത് 99 രൂപയാണ്. വെറും 99 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ പർച്ചേസിങ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഫാഷനബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സുദിയോയിൽ ഞാൻ സ്ഥിരം കയറാറുള്ളതാണ്. സുദിയോ കളക്ഷൻ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. നീ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം 1500 രൂപയ്ക്ക് സോപ്പ് മേടിച്ചത്? ആ സോപ്പ് വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ബോഡി സ്പ്രേ ഒരു സാധനം വേണ്ട, ഒരു കൊല്ലത്തേക്ക് അടുത്തോടെ പോണ ആൾക്ക് ശകലേക്കടെ പോണ ആൾക്ക് ഒരു മണം കിട്ടും അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ അത്രയ്ക്കുള്ളതൊന്നും എനിക്ക് തോന്നിയില്ല. സോപ്പിന്റെ കാശും പോയി, ഇതിപ്പോ പെർഫ്യൂമിന്റെ കാശും പോയി. അതല്ല, സോപ്പ് നമുക്ക് 500 രൂപയുടെ സോപ്പ് എന്താന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത്. അതെന്തായി അത്? അത് പ്രത്യേകിച്ച് വലിയ സോപ്പിന് അതിന് മണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ കാശും പോയി. ഇതിനിപ്പോ 99 രൂപയുടെ സ്പ്രേ അല്ലേ? എന്തോ 99 രൂപയുടെ സ്പ്രേ. അതെ, 99 രൂപയുടെ സ്പ്രേ എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ സാധനം കേട്ടോ. എനിക്ക് ഇത് ഈ കുപ്പി കാണുമ്പോൾ ഓർമ്മ ബൈക്കിന്റെ ഒക്കെ ചെയിനിൽ ലൂബ് അടിക്കില്ലേ, അങ്ങനെയൊക്കെ തോന്നുന്നു നിങ്ങൾക്ക്. ഇതൊന്നും അടിക്കാത്ത? അതെ, നേരെയൊക്കെ നോക്കി അടിക്കുക, വായിലേക്ക് തെറിക്കാണ്ട്. ഇത് അടിക്കാൻ പറ്റുള്ള നല്ല ഫ്രാഗ്രൻസ് ആട്ടോ. കൊള്ളാം കൊള്ളാം. ഫസ്റ്റ് ആയിട്ടുണ്ട്. പറയണോ? ശരിക്കും പറയണോ? മനുഷ്യന്റെ കാശ് കളയാനായിട്ട് ഓരോരോ വഴികളായിട്ട് വന്നേക്കുവാണ് ഓരോ ദിവസവും. ആദ്യം അവള് ടോപ്പ് മേടിച്ചു. ടോപ്പ് ചീപ്പായിട്ട് കിട്ടുകൊണ്ട് വില കൂടിയ എൻ്റെ പേരെന്നാ വില കൂടിയ സ്കേർട്ട് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് തയ്ച്ച് അളന്ന് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ എത്ര രൂപയോ അത് പറഞ്ഞില്ലല്ലോ. അത് അപ്പഴേ പറയാൻ പറ്റുള്ളൂ. എസ്റ്റിമേറ്റ് എടുക്കാൻ എല്ലാം ലാഭത്തിൽ കിട്ടി മേടിക്കുന്നതാണ്. അത് ആർക്കാ ലാഭം കിട്ടണമെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അപ്പൊ ശരി, ഞാൻ പോവാ.